പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മിശിഹായിലേക്കും സ്നേഹമുള്ളവരെ, ഏലിയ ശ്ലീഹ കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ മഹത്വപൂർണമായ രണ്ടാമത്തെ വരവിനെ നമ്മൾ കാത്തിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ കുരിശിൻ്റെ വിജയം പ്രഖ്യാപിക്കപ്പെടുന്ന സമയം കൂടി. നമ്മളെല്ലാവരും ഈശോയുടെ രണ്ടാമത്തെ വരവിനെ കാത്തിരിക്കുന്നവരാണ്. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ദൈവത്തെ നോക്കിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ അന്ധൻ്റെ കണ്ണു തുറന്ന് അവന് കാഴ്ച നൽകി അവനെ കൂടെ കൂട്ടി നല്ല പ്രഘോഷകനാക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അന്ധകാര നിമിഷങ്ങളിൽ ഈശോയാവുന്ന പ്രകാശം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കണ്ണുകൾ തുറന്നു തരട്ടെ. നന്നായി കാണാൻ, നന്നായി മുമ്പോട്ട് പോകാൻ, സ്വർഗത്തിലെ ഈശോയോടൊത്തായിരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിന് ഉപയോഗപ്പെടുന്നതാവട്ടെ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളുമൊക്കെ. നമുക്കൊരു നിമിഷം ഈശോയുടെ മുമ്പിൽ നമ്മളെ തന്നെ വിനീതരാക്കാം. ഈശോയെ, നീ വന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അന്ധത എടുത്തു മാറ്റി നീ നൽകുന്ന പ്രകാശത്തിലൂടെ ഈ ലോകത്തെ നന്നായി കാണാൻ, നന്നായി ജീവിക്കാൻ, നിന്റെ നല്ല അനുയായികളാകാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ മുഴുവനായി നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ആർക്കും അപകടകരമായ ഒന്നും സംഭവിക്കാതെ ഈശോയെ കാത്തു പരിപാലിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല സമാധാനത്തിലും സന്തോഷത്തിലും ഐക്യത്തിലുമൊക്കെ ജീവിക്കുന്ന നല്ല മനുഷ്യരായി, ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരായി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ തമ്പുരാനോടൊത്ത് നമുക്ക് ബലിയർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം.
മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങളുടെ പരികരണത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ കുരിശാൽ മുദ്രിതരായി ഞങ്ങൾ അതിൽ അഭയം പ്രാപിക്കാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനും കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിൻ അവദാനങ്ങൾ കീർത്തിപ്പിൻ പുതുഗാനത്തിൽ വാഴ്ത്തി പാടി നമിക്കട്ടെ. പാർത്തലമെല്ലാം ഉടയവനെ നിസ്തുലശക്തി മഹത്വങ്ങൾ തിരുനാമത്തിനു ചേർന്ന വിധം മഹിത സ്തുതികളുയർത്തിടുവിൻ. നീതി വിധിക്കും കർത്താവിൻ നാമം ജനതകൾ വാഴ്ത്തട്ടെ. വനവൃക്ഷങ്ങൾ വയലുകളും പുളകിത ഗീതമുതിർക്കട്ടെ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കാനും ഗ്രഹിക്കാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ.
അതുവഴി സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 10 വരെ വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാൽ. നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങൾ ഏവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് സമുചിതമായി നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾക്കുള്ള സഹനശീലവും വിശ്വാസവും നിമിത്തം ദൈവത്തിൻ്റെ സഭകളിൽ വച്ച് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. അതിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന ദൈവത്തിൻ്റെ നീതിവിധിയുടെ തെളിവാണിത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് യാതനകൾ തിരിച്ചു നൽകുക ദൈവനീതിയാണ്. കർത്താവായ ഈശോ തന്റെ ശക്തരായ ദൂതന്മാരോട് കൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഇതുവഴി സമാശ്വാസം നൽകും. അപ്പോൾ അവൻ ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ ഈശോയുടെ സുവിശേഷം അനുസരിക്കാത്തവർക്കും ശിക്ഷ നൽകും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും അകന്ന് നിത്യനാശം ശിക്ഷയെ അനുഭവിക്കും. കർത്താവ് തന്നെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം വിശ്വസിച്ചതിലൂടെ വിശ്വാസികളായ സകലരിലും അത്ഭുത വിഷയമാകുന്നതിനും ആ ദിവസം കർത്താവ് വരും. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് അതെന്താണെന്ന് അവൻ അന്വേഷിച്ചു. നസറായനായ ഈശോ കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ഈശോയെ, എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ ശാസിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. ഈശോ അവിടെ നിന്നും അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്ത് വന്നപ്പോൾ ഈശോ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഈശോ പറഞ്ഞു, നിനക്ക് കാഴ്ച വീണ്ടും കിട്ടട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച വീണ്ടും കിട്ടി. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയെ അനുഗമിച്ചു. ഇതുകണ്ട് ജനം മുഴുവൻ ദൈവത്തെ സ്തുതിച്ചു.
മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അന്ധനായ ഒരു മനുഷ്യൻ ഈശോയുടെ മുമ്പിൽ നിലവിളിക്കുന്നതും ഈശോ അവനെ ജീവിതത്തിൻ്റെ പുതിയ ദിനങ്ങൾ സ്വന്തമാക്കാൻ സഹായിക്കുന്നതുമായ മനോഹരമായ സുവിശേഷ ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. പഴയ നിയമത്തിലെ തോബിത്തിൻ്റെ പുസ്തകത്തിലാണ് നമ്മളിങ്ങനെ ഒരു അന്ധനായ മനുഷ്യൻ സുഖപ്പെടുന്നത്. തോബിത്തിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 11-ാമത്തെ വാചകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. തോബിത്ത് അന്ധനായപ്പോൾ അത് സുഖപ്പെടുന്നു. പഴയ നിയമത്തിലെ മറ്റ് അന്ധനെ സുഖപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. സങ്കീർത്തന പുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യത്തിലും യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 5-ാമത്തെ വാചകത്തിലും മിശിഹ വരുമ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം മഹത്വത്തോടെ വരുന്ന കാലത്തിൻ്റെ ഏറ്റവും മനോഹരമായ അടയാളമാണ് അന്ധരുടെ കണ്ണുകൾ തുറക്കുക എന്നതാണ് സുവിശേഷം ബൈബിളിൽ നമ്മൾ കാണുന്നത്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. അങ്ങനെ വിളക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യന് ഈശോ ജീവിതത്തിൻ്റെ പ്രകാശം മുഴുവൻ കൊടുത്ത് അവനെ സന്തോഷിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ അന്ധൻ ഈശോയെ കണ്ടെന്നു. അന്ധനായ മനുഷ്യനോട് മറ്റു ചിലരൊക്കെ പറഞ്ഞു ഈശോയാണ്, നസ്രായനായ ഈശോയാണ് കടന്നു പോകുന്നത്. അവൻ അവിടെ തന്നെ നിലവിളിക്കാൻ തുടങ്ങി. ദാവീദിന്റെ പുത്രാ, എന്നിൽ കനിയണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈശോയുടെ മുമ്പിൽ നിലവിളിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ പറഞ്ഞ് നീ മിണ്ടാതിരിക്കുക, നീ ബഹളമാക്കാതെ. പക്ഷെ അവന്റെ മുമ്പിൽ മറ്റൊന്നുമില്ല. അവന്റെ മുമ്പിൽ ആവശ്യമുള്ളത് പ്രകാശമാണ്. അവന്റെ മുമ്പിൽ കൂടെ കടന്നു പോകുന്നത് പ്രകാശം കൊടുക്കാൻ കഴിവുള്ള ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വീണ്ടും നിലവിളിക്കുകയാണ്. ഈശോ പറയുന്നത് നിനക്ക് കാഴ്ചയുണ്ടാവട്ടെ എന്നല്ല, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് ഈശോ അവനോട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, നിലവിളികൾക്ക് മുമ്പിൽ അത് വിശ്വാസത്തോടു കൂടെ ഉള്ളതാണെങ്കിൽ തീർച്ചയായും ദൈവം ഇറങ്ങി വരുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ നമ്മുടെയൊക്കെ നിലവിളികളുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വരുന്നില്ല എന്ന് നമുക്ക് തോന്നാറുണ്ട്. നമുക്ക് വിശ്വാസമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ പ്രകാശം കണ്ടപ്പോൾ അവനെന്താ ചെയ്തത്? ശിഷ്യരായ നമുക്കെല്ലാം മാതൃകയാണ് അവൻ ചെയ്തത്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പുറകെ പോയി നോക്കി. മേലിൽ അവനോട് ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യനല്ല, അവൻ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ വലിയ സാക്ഷിയാണ്. ഇനിമേൽ അവൻ യാചകനെന്നല്ല അറിയപ്പെടുക, മറിച്ച് ഒരു പ്രഘോഷകൻ എന്ന് ലോകം മുഴുവൻ അവനെ വിളിക്കുന്നതായിട്ട് നമ്മൾ കാണാം. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ജീവിതത്തിലുള്ള ഇങ്ങനെയുള്ള രക്ഷയുടെ അനുഭവങ്ങൾ ഈശോയുടെ പുറകെ നടക്കാനും അതുപോലെ തന്നെ ഈശോയുടെ സാക്ഷിയാവാനും നമ്മളെയൊക്കെ പ്രേരിപ്പിക്കാറുണ്ടോ എന്ന് ഇന്നത്തെ അന്ധനായ സുഖപ്പെട്ട മനുഷ്യൻ നമ്മളോട് ചോദിക്കുകയാണ്. ഒപ്പം നമുക്ക് ഓർത്തിരിക്കാം, നമ്മുടെ ചുറ്റിലും കുറേ നിലവിളികളുണ്ട്. മറ്റുള്ളവർ സഹായത്തിന് വേണ്ടി നമ്മോട് നിലവിളിക്കുന്നുണ്ട്. അവർ സ്നേഹത്തിന് വേണ്ടി നമ്മളോട് നിലവിളിക്കുന്നുണ്ട്. അംഗീകാരത്തിന് വേണ്ടി നമ്മളോട് നിലവിളിക്കുന്നു. അന്ധന്റെ നിലവിളി കേട്ട് മനസ്സലിഞ്ഞ ദൈവത്തിൻ്റെ ശിഷ്യരായ നമുക്ക് നമ്മുടെ ചുറ്റും കേൾക്കുന്ന നിലവിളികളോട് പ്രതികരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കാൻ ഇന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈശോയുടെ വാക്കുകളാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ നിലവിളികൾ സൂക്ഷിക്കാൻ, എൻ്റെ അരികിലൂടെ എന്നും തമ്പുരാൻ കടന്നു പോകുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തമ്പുരാനെ നിലവിളിയോടെ സമീപിക്കാൻ നമ്മുടെയൊക്കെ വിശ്വാസം
നമ്മളെ പ്രാപ്തരാക്കുന്നുണ്ടോ? നമുക്ക് ലഭിക്കുന്ന രക്ഷയുടെ അനുഭവങ്ങൾ സ്വന്തമായി സൂക്ഷിക്കാതെ അത് ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള നല്ല സാക്ഷ്യത്തിൻ്റെ അനുഭവങ്ങളാക്കി മാറ്റാൻ, സാക്ഷ്യത്തിൻ്റെ ഉദാഹരണങ്ങളാക്കി മാറ്റാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കാൻ ഇന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും ഇരുളു നിറഞ്ഞ വഴികളിലുമൊക്കെ നമ്മുടെ കൂടെ നടന്നു നീങ്ങുന്ന ഈശോയെ നമുക്ക് നിലവിളിയിലൂടെ കാത്തിരിക്കാം. നമ്മുടെ വിശ്വാസം കണ്ട് നിനക്ക് സുഖമാവട്ടെ എന്നല്ല, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് എന്നെ നോക്കി എൻ്റെ തമ്പുരാൻ പറയുമെങ്കിൽ അതിനേക്കാൾ വലിയ ഭാഗ്യമൊന്നും എനിക്ക് ലഭിക്കാനില്ല. നമുക്കിങ്ങനെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഈശോയെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കാനുള്ള നല്ല വഴികളാക്കി നമുക്ക് മാറ്റാം. അപ്പോൾ തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ഈശോയുടെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാധാനിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത വിശുദ്ധായെ ഞങ്ങളുടെ മേലധികാരികളിൽ നിന്നെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കുമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏഴിയാട് തീക്ഷ്ണതയോടും മോശയും ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മുഖത്ത് കണ്ട ഭീതി കൊണ്ട് വത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിലെ മഹത്വപൂർണ്ണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവിടിഞ്ഞ സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകം ജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശം നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആഞ്ചലി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവുമായ ദൃഷ്ടമായ മാർ വിജൂസ് മെത്രാനെയും എല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയുമായ വിശുദ്ധായെ നീ കുരിശിയുടെ അടക്കത്തോടെ വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലതു ഭാഗത്ത് നടന്നിരുക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായി ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരത്ത് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പെസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. സമാധാനം
ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പീഡകൾ സഹിക്കുകയും സ്ത്രീയായി പറയപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവകർത്താവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹിതവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികസ്മാരണത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും സ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഇവയിൽ നമുക്ക് സഹായം ലഭിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരി, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും സ്ത്രീയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തമായ രഹസ്യങ്ങൾ പൂജ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ എൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സർവ്വത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ
എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ പരിപൂർണ മനുഷ്യനായി അവിടുന്ന് സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ക്ലേശിതരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനത്തോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷന്മാരായ പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും
രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ വിശുദ്ധമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും പാവന സ്മരണ അങ്ങയുടെ സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കർത്താവേ, എളിയവരും ക്ലേശിതരുമായ ഈ ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ദൈവീകവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആഗ്രഹപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസന്മാരുടെ ഈ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് കരുണ തോന്നേണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രഹസ്യങ്ങളെ എല്ലാവർക്കും ഭക്തിയാത്രങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന ശ്രമത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരത്തിന്റെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്കി ശുദ്ധീകരിക്കുക.
ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ നീ പവിത്രീകരിക്കണമേ. കർത്താവെ, ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ വിശുദ്ധീകരിക്കുന്ന അമൂല്യമായ ക്ഷേത്രങ്ങൾ നൽകപ്പെടുന്നു. സകലത്തിന്റെയും നാഥ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് നമുക്ക് പാടി സ്തുതിക്കാം. പാപമോചനത്തിനായി ഇതാ സകല ജനതകൾക്കും സ്വർഗീയാപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഇനി രഹസ്യങ്ങൾ സ്വീകരിച്ച് ആരാധനമാരോട് അവിടുത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. പിതാ കടങ്ങളുടെ മോചനത്തിനായുള്ള ദൈവിക ദാനം സഹോദരി ദാനം സ്വീകരിക്കുകയും അതുവഴി വിശദീകരിക്കപ്പെടുകയും ചെയ്യുവിൻ. നമുക്ക് ഹല്ലേലൂയ പാടിക്കൊണ്ട് ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ഈ ദാനം സ്വീകരിക്കാം. രാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്നും മോചിതരായി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താനും അങ്ങയുടെ വചനം പ്രഘോഷിക്കാനും ബലഹീനരായി ഞങ്ങൾക്ക് ശക്തി നൽകിയ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി. സകലത്തെയും പവിത്രീകരിക്കുന്ന നിന്റെ ശരീരരക്തങ്ങൾ വഴി നിത്യ സൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തെയും നാഥ എന്നേക്കും. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ തിരുശരീരരക്തങ്ങളുടെ പരികർമ്മം വഴി തന്റെ മഹത്വത്തിൽ നമ്മെ പങ്കുകാരാക്കിയ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, ദൈവരാജ്യത്തിന് വേണ്ടി പീഡകളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോൾ നഷ്ടധൈര്യരാകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവർ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ പരിപാലനത്തിൽ സംരക്ഷിക്കപ്പെട്ടവരെ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുത്തെ കുരിശിനാൽ രക്ഷിക്കപ്പെട്ട നിങ്ങളിൽ അവിടുന്ന് കാരുണ്യവും അനുഗ്രഹവും വർഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നിങ്ങൾ സ്വീകരിച്ചു പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കാനും ഞാൻ വരുമ്പോഴോ നൽകുന്നു. നിത്യപുരോഹിതനായ ഈശോ, മഹനീയ
ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി.